നമസ്കാരം. നല്ല സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അങ്കണവാടി പെൻഷൻകാരുടെ ഒരു പ്രശ്നം കൂടി പരിഹരിക്കുകയാണ്. ക്ഷേമനിധി ബോർഡിന് 20 കോടി രൂപ അനുവദിച്ചതായി ബാലഗോപാലിൻ്റെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 25 കോടി രൂപയാണ് മൊത്തം വേണ്ടിയിരുന്നതെങ്കിൽ അത് 90 കോടി രൂപ വരെ കൊടുത്തു എന്നൊക്കെയാണ് അവിടെ നിന്ന് അവകാശപ്പെടുന്നത്. അവകാശം അവിടെ എന്തായാലും നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ 500 പേരുടെ പെൻഷൻ കട്ടായ 500 പേരുടെ ഒരു ഫയൽ ഉണ്ടായിരുന്നു. അത് ഞാൻ വലിയ സീരിയസ് ആയിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്തൊരു ഫയലാണ്. അതിന് റിസൾട്ട് ഉണ്ടായി. ആ 500 പേർക്കും പെൻഷൻ കിട്ടും. കാരണം അവരുടെ ക്ഷേമനിധി അടയ്ക്കാനുള്ള എല്ലാ പരിപാടികളുമായി അവർക്ക് പെൻഷൻ കിട്ടും. 2020 ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് 2022, 23 വരെയുള്ളവർക്ക് അംശാദായം കൊടുത്തു. അംശാദായം എന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു തുകയാണ്. അത് വർക്കർമാർക്ക് ചെറിയ കിട്ടും. അതിനേക്കാൾ ചെറിയ തുകയായിരിക്കും ഹെൽപ്പർമാർക്ക് കിട്ടുന്നത്. അവരടയ്ക്കുന്ന തുകയായിട്ടൊക്കെ ചേർത്ത് അവർ ക്ഷേമനിധി ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വരുന്നൊരു തുകയാണ് അവർക്ക്. സർക്കാരിൽ നിന്നും കൂടെ കൊടുക്കുന്നതാണ്. ആ തുക അംശാദായം എന്ന് പറയുന്ന, അതായത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ആ ബെനിഫിറ്റിൽ 2025 വരെ, അതായത് അവസാനം റിട്ടയർ ആർക്ക് വരെ കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ 20 കോടി കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഏറ്റവും അടുത്ത് റിട്ടയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് കാലാവധി കഴിഞ്ഞിട്ടുള്ള അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും കൂടി അതിൻ്റെ സഹായം കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെ അംഗനവാടി പെൻഷൻകാരുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇനി അവർക്ക് ഗ്രാറ്റുവിറ്റിയുടെ പ്രശ്നമുണ്ട്. അതെല്ലാവർക്കും സർവീസിലുള്ളവർക്ക് കൂടി കിട്ടുമ്പോൾ മാത്രമേ ഗ്രാറ്റുവിറ്റി കിട്ടുകയുള്ളൂ. പിന്നെ അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പെൻഷൻ എമൗണ്ട് കൂട്ടുക എന്നൊരു ഡിമാൻഡുണ്ട്. 2500, 1500 എന്നൊക്കെ പറയുന്നത് വളരെ, ഇപ്പോൾ 1500 രൂപ ഹെൽപ്പർ കിട്ടുമെന്ന് പറഞ്ഞാൽ 2000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടും. അപ്പോൾ ഹെൽപ്പർ പെൻഷൻ വാങ്ങണോ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് വേറെ കിട്ടുകയല്ലേ. പക്ഷേ അപ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങാനുള്ള അനുവാദം കൊടുത്താലും ഈ പ്രശ്നം കുറേ പരിഹരിക്കപ്പെടും. ആ 2000 കിട്ടും. ഈ 1500 ആകുമ്പോൾ 3500 രൂപ ഒരു റീസണബിൾ എമൗണ്ട് കിട്ടും. അതുപോലെ 2500 വാങ്ങുന്നവർക്ക് അപ്പുറത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി 2000 കിട്ടാൻ 4500 കിട്ടും. അങ്ങനെ ചിന്തിക്കാം. ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തിപ്പിക്കാം. വേണമെങ്കിൽ ക്ഷേമനിധി ബോർഡിന് ഗവൺമെൻറ്റിനെ കുറിച്ച് അങ്ങനെ ചിന്തിപ്പിക്കാം. അത് തൽക്കാലം പിന്നെ അവർക്ക് കൂട്ടിക്കൊടുക്കും. എന്തായാലും ഒരു 5000 രൂപയെങ്കിലും, പിന്നെ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ വർക്കർമാർക്കും ഒരു 5000 രൂപ ഹെൽപ്പർമാർക്കും, ഒരാളിന് 5000 രൂപ, ഏറ്റവും താഴെയുള്ള ഒരാളിന് 5000 രൂപയെങ്കിലും പെൻഷൻ കിട്ടാതിരുന്നാൽ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പെൻഷൻ കൂട്ടണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് ഈ അംശാദായം എന്ന് പറയുന്ന 1 ലക്ഷമോ 1 ലക്ഷത്തിന് താഴെ തുക, ചിലർക്ക് കൂടുതൽ ഒരുപാട് വർഷം സർവീസ് ഉള്ളവർക്ക് ചെറിയ തുക കൂടുതൽ കിട്ടും. എന്തായാലും അതൊരു 5 ലക്ഷം രൂപയും 7 ലക്ഷമോ 10 ലക്ഷമോ, അതായത് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വ്യത്യസ്തമായ തുകയിൽ ഒരു 5 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ അല്ലെങ്കിൽ 7 ലക്ഷമോ 5 ലക്ഷമോ, അങ്ങനെ ഒരു നല്ല തുക അവർക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പാക്കേജും ഉണ്ടാകേണ്ടതുണ്ട്. ഗ്രാറ്റുവിറ്റിയുടെ വഴിക്ക് വരും. അപ്പോൾ അത് എന്തായാലും അംഗനവാടി പെൻഷൻകാരുടെ ഈ കുറഞ്ഞ പ്രശ്നങ്ങളെങ്കിലും, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെങ്കിലും പരിഹരിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ക്ഷേമനിധി ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ പ്രസന്നകുമാരിയും ഇതിനകത്ത് നന്നായിട്ടൊരു റോൾ വഹിച്ചിട്ടുണ്ട്. കാരണം അവർ CITUവിൻ്റെ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷനോ യൂണിയനോ അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സംസ്ഥാന ചെയർപേഴ്സൺ കൂടിയാണ്, സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഈ പ്രസന്നകുമാരി എന്ന് പറയുന്ന ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ. സ്വാഭാവികമായിട്ട് അപ്പോൾ അവരുടെ സ്വാധീനം കൃത്യമായിട്ട് ഗവൺമെൻറ്റിലുണ്ടാകും. ഇത് വളരെ മനോഹരമാണ്. പെൻഷൻകാരുടെ വിഷയത്തിൽ ഞങ്ങൾ കുറേ അധികം ശ്രമങ്ങൾ ഫയലുകൾ രൂപത്തിൽ, റെക്കമെൻഡേഷൻ്റെ രൂപത്തിൽ പല ആളുകളെയും കാണുകയും പലതരത്തിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുവാൻ ഞങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന കാര്യം, പെൻഷൻ പറ്റിയവരാണല്ലോ, 10, 60, 65 വയസ്സ് കഴിഞ്ഞവരാണവർ. അപ്പോൾ അവരുടെ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഞങ്ങളും ഞങ്ങളുടെ ചാനലും എടുത്തു. എന്തായാലും ഓരോന്നായി പരിഹരിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിനകത്ത് ഇലക്ഷൻ സമയത്ത് കൊടുത്തതാണെന്നും ഇലക്ഷൻ വോട്ട് കിട്ടാൻ അതെല്ലാം പറയും. അതെല്ലാം ആക്ഷേപങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നെറ്റ് റിസൾട്ട് ആളുകൾക്ക് പണം കിട്ടുന്നു എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് പൈസ കിട്ടുന്നത്. ഇനി അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. അവരുടെ കുറേ സേവന വേതന വ്യവസ്ഥകൾ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. അത് നടക്കട്ടെ. അത് വേറൊരു വിഷയമാണ്, വേറൊരു വലിയ വിഷയമാണ്. അപ്പോൾ അത് 10-66,000 പേര് വരുന്ന, ഒരു 40,000 പേര് വരുന്ന സ്ഥിരക്കാരും 10-20,000 പേര് വരുന്ന, 20-26,000 പേര് വരുന്ന ടെമ്പററിക്കാരുമുണ്ട്. അതിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരുടെ ഈ പറഞ്ഞ പോലെ പെൻഷൻ ആനുകൂല്യമായാലും, പിന്നെ പെൻഷനായാലും അംശാദായമായാലും അവരുടെ മറ്റ് സേവന വേതന വ്യവസ്ഥകളെല്ലാം ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് തന്നെ കരുതുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഈ പെൻഷൻകാർക്ക് കിട്ടിയിട്ടുള്ള ഈ ആനുകൂല്യം അവരുടെ
അംശാദായം എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ട് അവർക്ക് പെൻഷനും കൂടി മുടക്കമില്ലാതെ, ഇടയ്ക്ക് പലപ്പോഴും അവരുടെ പെൻഷൻ മുടങ്ങിപ്പോകാറുണ്ട്, മുടക്കമില്ലാതെ പെൻഷനും കൂടി കിട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ തൽക്കാലം അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ശാശ്വതമായ പ്രശ്ന പരിഹാരങ്ങൾ പലതും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെയും പെൻഷൻകാരുടെയും പ്രശ്നങ്ങൾ പഠിക്കാൻ ഹരിത എസ് കുമാർ IAS വെച്ചുകൊണ്ട്, വനിതാ ശിശുക്ഷേമ സമിതിയുടെ ഹരിത എസ് കുമാറിനെ വെച്ചുകൊണ്ട് 2 മാസമോ 3 മാസമോ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ചിരുന്നു. പക്ഷേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കമ്മിറ്റി വീണ്ടും സമയമൊന്നോ നീട്ടിക്കൊടുത്തു. ആ റിപ്പോർട്ട് പുറത്തു വിടണം. ആ റിപ്പോർട്ടിൽ പറയുന്ന ശുപാർശകളും ഗവൺമെൻറ് അത് സർവീസ് സംഘടനകളുമായും ബന്ധപ്പെട്ട തൊഴിലാളികളുമായി ജീവനക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അതിൽ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് അതും നടപ്പിലാക്കണം. അങ്ങനെ കൂടുതൽ സേവന വേതന വ്യവസ്ഥകൾ അംഗനവാടിയിലെ ടീച്ചർമാർക്കും വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ലഭിക്കട്ടെ. കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ അവർ ചെയ്യുന്ന സേവനം ചെറുതല്ല. സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന വലിയൊരു പണിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ അംഗനവാടികളിലെല്ലാം ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു. അത് കുറേ അംഗനവാടികളിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ആരോ ഒരാളിങ്ങനെ ഒരു പരാതിയൊക്കെ കൊടുത്ത് എന്തുകൊണ്ട് ക്യാമറ വച്ചുകൂടാന്നൊക്കെ ചോദിച്ച് അവസാനം ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു. പകുതി പൈസ വനിതാ ശിശുക്ഷേമ സമിതി വകുപ്പും പകുതി പൈസ ഗ്രാമപഞ്ചായത്തും എടുത്തുകൊണ്ട് ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് സർവൈലൻസിലൂടെ ക്യാമറ വച്ച് അത് മോണിറ്റർ ചെയ്യാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. അതൊക്കെ ഈ ഭരണപരമായ ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമായി നടക്കട്ടെ. ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമായി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊന്നും സർക്കാരിനോട് നമുക്ക് പറയാൻ കഴിയത്തില്ല. നല്ല ട്രാൻസ്പെറൻസി വരാനും ഗുഡ് ഗവേണൻസ് വരാനും ആളുകൾക്ക് കൂടുതൽ ജീവനക്കാർക്കൊക്കെ അക്കൗണ്ടബിലിറ്റി കൂടാനും ഒക്കെ ഉള്ള പരിപാടികൾ നടക്കട്ടെ. അതൊന്നും നടത്തണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് കാലാകാലങ്ങളിലുള്ള ഇപ്പോൾ AI കാലമാണ്. കാലാകാലങ്ങളിലുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പഞ്ചിങ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വരണ്ടെന്ന് നമുക്ക് ആധുനിക കാലത്ത് പറയാൻ കഴിയത്തില്ല. അതൊക്കെ വരട്ടെ. പക്ഷേ സേവന വേതന വ്യവസ്ഥകൾ വീണ്ടും പരിഷ്കരിക്കേണ്ടത് ഒന്നുകൂടി നന്നായി പരിഷ്കരിച്ച് കൊടുക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന സേവനം ചെറുതല്ല. 10,66,000 വരുന്ന അംഗനവാടികളിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി 33,000 അംഗനവാടിയുണ്ട്. അപ്പോൾ 62,000 പേര് മറ്റോ വരും. അപ്പോൾ അവരുടെ സേവനം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ചെറുതായി കാണുകയും ചെയ്യരുത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അവർക്ക് നല്ല കെട്ടിടങ്ങൾ കൊടുക്കണം, നല്ല കളിപ്പാട്ടം, മറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡിനുള്ള പൈസ, ഫുഡിൻ്റെ ഐറ്റംസിനുള്ള മെറ്റീരിയലിനുള്ള പൈസ, പിന്നെ അവർക്ക് മറ്റ് കാര്യങ്ങൾ, സേവന വേതന വ്യവസ്ഥകൾ വളരെ മനോഹരമായത് കൊടുക്കാൻ ഉള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പെൻഷൻകാരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അത് പെൻഷൻകാർ ഇപ്പോൾ ഹാപ്പി ആയില്ലേ എന്നൊരു ചോദ്യമാണുള്ളത്. നിങ്ങളുടെ അംശാദായവും അവസാനത്തെ റിട്ടയർ ചെയ്ത ആളിൻ്റെ വരെയുള്ള അംശാദായവും അതുപോലെ തന്നെ പെൻഷനും വളരെ കൃത്യമായി 500 പേരുടെ പെൻഷൻ കാര്യം കൃത്യമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പെൻഷനായിട്ടുള്ള എല്ലാ സഹോദരിമാരും അമ്മമാരുമൊക്കെ ഹാപ്പി ആയിരിക്കുമെന്ന് തന്നെ കരുതട്ടെ. അത് ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചുവെന്നും ഇലക്ഷൻ സ്റ്റണ്ടാണെന്നും അല്ലെങ്കിൽ ഇലക്ഷൻ ഗിമ്മിക്ക് അതൊന്നും പറയുന്നതിൽ കാര്യമില്ല. ജനാധിപത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ആനുകൂല്യം, ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രഖ്യാപനം വരുന്നത് വരെ അവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ അവകാശമുണ്ട്. അവർ അത് പ്രഖ്യാപിച്ചു, അത് വാങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ ഇനിയും ഉയർന്നു വരട്ടെ. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണം. അതോടൊപ്പം തന്നെ കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. വളരെ മനോഹരമായ അംഗനവാടികളും അതിനാവശ്യമായ അട്രാക്ഷനുള്ള മനോഹരമായ ആകർഷകമായ സേവന വേതന വ്യവസ്ഥകളും ആ മേഖലയിൽ ഉണ്ടാകട്ടെ. അങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റായിട്ടുള്ള ആളുകൾ, കാലിബറുള്ള ആളുകൾ ആ രംഗത്ത് കൂടുതൽ ആകർഷിക്കപ്പെടട്ടെ.